ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ജോബിത അപ്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഡോക്ടറെ, എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 16-year-old കുട്ടിയാണ്, പെൺകുട്ടിയാണ്. മോളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പീരീഡ് ഒരു 3-4 മാസമായിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവർക്ക് ഒരു 12 വയസ്സായ സമയത്താണ് മെനാർക്കി, അതായത് ഫസ്റ്റ് മെൻസസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടിക്ക് പിന്നീട് പീരീഡ് ഇറഗുലർ ആവുകയും പിന്നെ തുടർച്ചയായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ വരികയും മെൻസസ് ആവാത്ത ചില മാസങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴാണ് എത്തിയത്. അതിനിടയ്ക്ക് തന്നെ അവർ 1-2 സ്കാൻ എടുത്തിട്ടുണ്ട്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പലപ്പോഴും കുട്ടികളിൽ ഈ പ്രായത്തിൽ ഉണ്ടാവുന്നത് ഒരു 18 വയസ്സ് വരെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മെനാർക്കി പീരീഡ് കഴിഞ്ഞ് ഒരു 2-3 വർഷം കുട്ടികൾക്ക് എപ്പോഴും ഒന്ന് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം പാരൻസും ഡോക്ടേഴ്സും കൊടുക്കണം. കാരണം അവരുടെ ഒരു റുട്ടീൻ എന്താണ്, ഇവർക്ക് ഈ മെൻസസിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ഫിസിക്കലിയും മെൻ്റലിയും കുട്ടികൾ തിരിച്ചറിയേണ്ട ഒരു സമയമാണത്. ആ ടൈമിൽ തന്നെ വരുമ്പോൾ 2 സ്കാനായിട്ടാണ് വരുന്നത്. പക്ഷേ സ്കാനിൽ PCOD ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പേഷ്യൻ്റ് വരുമ്പോൾ ശ്രദ്ധിക്കാറുള്ളൊരു മാറ്ററാണ്, PCOD ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ആ ഒരു ഏജുള്ള കുട്ടികൾ യൂഷ്വലി ഈ ഒരു കംപ്ലയിൻറ്റ്സ് PCOD കേസിൽ തന്നെയാണ് വരിക. പക്ഷേ നമ്മൾ തിരക്ക് പിടിച്ച് സ്കാൻ മക്കളെ എടുപ്പിക്കേണ്ട ആവശ്യം ഈ കേസിൽ വരുന്നില്ല. 18 years കഴിഞ്ഞിട്ട് ഈ പ്രശ്നം തുടരുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ PCODക്കോ അല്ലെങ്കിൽ PCOSന് വേണ്ടിയിട്ടോ നമ്മൾ സ്കാൻ എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഡോക്ടറെ, നമ്മൾ പൊതുവേ ഇത് PCOD അല്ലെങ്കിൽ PCOS എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു കണ്ടീഷനെ. പക്ഷെ പലർക്കും ഇത് സംശയമാണ്, ഇത് PCOD ആണോ PCOS ആണോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക പെൺകുട്ടികളും ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇത് രണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 കണ്ടീഷനാണോ, അത് രണ്ടും സെയിം ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, PCOD എന്ന് പറയുന്നത് നമ്മൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, ഒരു ഓവറിയിലുള്ള സിസ്റ്റുകൾ, മൾട്ടിപ്പിൾ സിസ്റ്റുകൾ വളരുന്ന ഒരു കണ്ടീഷനാണ് PCOD. പക്ഷെ അതിലേറെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് PCOS. നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുന്ന പോലെയാണ്, സാമ്പാറും സാധാ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് 2 കണ്ടീഷനും. പരിപ്പ് കറിയിൽ പരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ സാമ്പാറാകുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് അതിലുണ്ടാവും. അതുപോലെ തന്നെയാണ് PCOS, ഒരുപാട് കോംപ്ലക്സ് സിംറ്റംസ് കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ PCOS. ഈ ഒരു PCOS എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഓവറിയിൽ മൾട്ടിപ്പിൾ സിസ്റ്റം ഉണ്ടാവും. അത് കാരണം ഹോർമോണൽ ഇംബാലൻസ് കാരണം പല സിസ്റ്റത്തെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും, മുഖത്ത് രോമവളർച്ച ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികളൊക്കെ പൊണ്ണത്തടി ആവുക അല്ലെങ്കിൽ വെയിറ്റ് കൂടി വരിക, അതുപോലെ തന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരിക, അങ്ങനത്തെ ഒരുപാട് കണ്ടീഷനുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു കണ്ടീഷനാണ് PCOS. അതെ, പ്രത്യേകിച്ചും ഈ PCOD PCOS ഡിഫറൻസ് പലർക്കും അറിയില്ല. ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ഒരു 3 ഡിഫറെൻറ്റ് കാറ്റഗറി ആൾക്കാരാണ് യൂഷ്വലി വരാറ്. നമ്മൾ ടീനേജ് കുട്ടികളെ കണക്കിലെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ അമിനോറി അല്ല അവരുടെ പ്രശ്നം, അത് ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അമിനോറി അല്ല മെയിൻ പ്രശ്നം, അവർക്ക് പീരീഡ് ആവുന്നില്ല എന്നുള്ളതൊരു വിഷയമേ അല്ല. ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അതിനെക്കുറിച്ച് ആ കുട്ടി പറയാറുമില്ല, കൺസേൺഡും അല്ല. അപ്പോൾ അവർ സിംറ്റംസ് പറയുന്നത് ഇതൊക്കെയാണ്, ഡോക്ടർ മുഖത്ത് നിറച്ച് കുരുക്കൾ വരികയാണ് ഇപ്പം, അതുപോലെ തന്നെ മുടി കൊഴിയാണ്, ഡോക്ടറെ ഫ്രണ്ടിൽ നിന്നാണ് മുടി പോകുന്നത്, ഇവിടെയൊക്കെ കാണുകയാണ്. അപ്പോൾ മറ്റുള്ളവർ കളിയാക്കുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളതാണല്ലോ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത്. മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇടുന്ന ഡ്രസ്സ് മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് വരെ അവർ കുറ്റം കണ്ടെത്തി, മുഖത്തിൻ്റെ ഷേപ്പ്, മൂക്കിൻ്റെ ഷേപ്പ്. അപ്പോൾ ഈ PCOD അല്ലെങ്കിൽ PCOSൽ മക്കളെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന ടീനേജ് ഗ്രൂപ്പിൽ അത് ഫിസിക്കൽ അപ്പിയറൻസിലുള്ള പ്രശ്നം തന്നെയാണ് അവർ തളർത്തുന്നത്. സെക്കൻഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോഴാണ് ആൾക്കാരിൽ മാറ്റം വരുന്നത്. ഒരു സെക്കൻഡ് കാറ്റഗറി ആൾക്കാരെന്ന് പറയുമ്പോൾ 20s അപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞ് കരിയർ സെറ്റിൽ ആയതിനു ശേഷം കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ, ഡോക്ടറെ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, ആ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അവർക്കാണ് ഈ ഒരു അമിനോറിയ പ്രശ്നമാവുന്നത്. അപ്പോൾ അവർ പറയും കുട്ടികൾ ഉണ്ടാവുന്നില്ല. കാര്യമായിട്ടും ഇത് ഇൻഫെർട്ടിലിറ്റി എന്നൊരു സംഭവം കൂടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെ, അത് നമുക്ക് OPയിൽ തന്നെ പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണത്. PCODയിൽ ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ്. പ്രത്യേകിച്ച് എനിക്കൊരു എക്സാമ്പിൾ പറയാനുള്ളത്, ഒരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ പേഷ്യൻറ്റ്, അവർ ഫിസിക്കലി ഡിസേബിൾഡ് ആണ്, അവർക്ക് നടക്കാനോ ഇതിനൊന്നും വയ്യ, വീൽ ചെയറിലാണ് ആ കുട്ടി ഉള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു വിഷയമല്ല, അതിൻ്റെ ഒരു ഡിഫക്റ്റ് അതൊരു വിഷയമാവുന്നില്ല ആ കുട്ടിക്ക്. പക്ഷേ മറ്റുള്ളവരുടെ ഇടയിൽ പോകുമ്പോൾ ആ കുട്ടിക്ക് PCOD കാരണം മുഖത്ത് രോമവളർച്ച ഉണ്ടാവുന്നുണ്ട്. അത് ആ കുട്ടിയെ വല്ലാതെ തളർത്തുന്നുണ്ട്, അത് ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് വരെ ആ കുട്ടി എത്തിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ മുടിയിൽ താടിയിൽ രോമം വളരുന്നത്, പ്രത്യേകിച്ച് ഫേസിലൊക്കെ രോമവളർച്ച ഉണ്ടാകുന്നത് ആ കുട്ടിയെ വല്ലാതെ തളർത്തിയിട്ട് അതൊരു സൈക്യാട്രിക് കണ്ടീഷനിലേക്ക് പോകുന്നൊരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ബോഡി ഷെയ്മിങ് ആണ് ഇത്തരം കുട്ടികൾക്കൊക്കെ വല്ലാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് നമ്മൾ നിത്യേന കണ്ടുവരുന്നതാണ് പെൺകുട്ടികളിൽ.
മാത്രമല്ല ഇതൊരു സെക്കൻഡറി പാർട്ടും കൂടിയാണ്. ഇപ്പോൾ അമിനോറിയ കഴിഞ്ഞ് മേജർ ഫിസിക്കൽ സിംറ്റം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈ മുഖത്ത് രോമം വളരുക, അല്ലെങ്കിൽ കക്ഷങ്ങളിൽ, കഴുത്തിൽ, തൊടയുടെ ഇടുക്കിൽ ഇവിടെയൊക്കെ കറുപ്പ് നിറം വരിക, ഇതൊക്കെ മാരേജ് അടുക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് കൺസേണിങ് ആണ്. അപ്പം മറ്റൊരാളായിട്ട് ലൈഫ് ഷെയർ ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന പാടുകളാണെങ്കിലും കറുത്ത നിറവ്യത്യാസങ്ങളാണെങ്കിലും മുടിപൊഴിച്ചിലാണൊക്കെ അവർ വളരെയധികം കൺസേൺഡ് ആയിരിക്കും. പിന്നെ ഈ സെക്കൻഡ് കാറ്റഗറിയിൽ ഇപ്പോൾ ഈ ഓവുലേഷൻ, ഞാൻ പറഞ്ഞല്ലോ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഈ ഓവുലേഷൻ്റെ തകരാറ് തന്നെയാണ് മേജറായിട്ടും കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ളൊരു കാരണം. അപ്പോൾ അത് PCOD അല്ലെങ്കിൽ PCOS, ഇപ്പം നമ്മൾ പറഞ്ഞു രണ്ടും ഡിഫറെൻ്റ് ആണ്. അതിൽ ഈ PCOS എന്ന് പറയുന്നതാണ് മേജറായിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്. PCOS ഒരു സിൻഡ്രോമാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി ഉണ്ടാവുന്ന മെൻസ്ട്രൽ ഇറഗുലാരിറ്റീൻ്റെ ഒപ്പം തന്നെ മുഖത്ത് രോമം വളരുക, വെയിറ്റ് കൂടുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയും ചെയ്യും, ഓവുലേഷൻ നടക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ കാര്യമായിട്ട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്. അതായത് ശരീരത്തിൽ ആൻഡ്രോജൻ എന്ന ഹോർമോണിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. അതൊരു മെയിൽ ഹോർമോണാണ്. സ്ത്രീകൾക്ക് ഒരു ലിമിറ്റഡ് അളവിൽ മാത്രം ഉണ്ടാവേണ്ട ഹോർമോൺ അധികമായിട്ട് ഉണ്ടാവുകയും ആൻഡ്രോജൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും ശരീരത്തിൽ. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ കൂടി വരിക. അങ്ങനത്തെ സ്റ്റേജിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഡയറ്റും എക്സസൈസും തന്നെയാണ്. ഇപ്പോൾ PCODനെ സംബന്ധിച്ച് നമുക്ക് ചിലപ്പം മെഡിസിനൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെ, നിങ്ങൾ മരുന്ന് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ഡയറ്റൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം PCOSനെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന അതിന് പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പം ഡയറ്റ് നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എക്സസൈസ് നന്നായി ചെയ്യുന്ന ഒരാളാണെന്നെങ്കിൽ നമുക്ക് മെഡിസിൻ്റെ ആവശ്യം വരുന്നില്ല. ബട്ട് PCOSന് ഹോർമോണൽ ഇംബാലൻസ് ഉള്ള കേസിലാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മെഡിസിനൽ ഇൻ്റർവെൻഷൻ അവിടെ വരണം. എങ്കിൽ മാത്രമേ സിംറ്റം ബെറ്റർ ആവുള്ളൂ. എല്ലാ കംപ്ലയിൻസും, ഇപ്പോൾ ഈ സെക്കൻഡറി ആയിട്ട് വന്നിട്ടുള്ള എല്ലാ സിംറ്റംസും അതിൽ നിന്ന് പോവുകയുള്ളൂ. ഡോക്ടറെ, നമുക്കൊരു എക്സാമ്പിൾ, ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു OPയിൽ. പൊതുവേ നമ്മൾക്ക് പറയാറുണ്ട് കുറച്ച് വെയിറ്റ് കൂടുതലുള്ള കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ വെയിറ്റ് കുറഞ്ഞ കുട്ടികളിലും ഇത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികൾ. അതെ. പ്രത്യേകിച്ച് നമുക്ക് ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഭക്ഷണക്രമത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഉറക്കം നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ആണ് ബിഹൈൻഡ് PCOD. അപ്പോൾ ഉറക്കം എന്ന് പറയുമ്പോൾ രാത്രി ലേറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക, രാവിലെ കുറേ ലേറ്റ് ആയിട്ടായിരിക്കും എണീക്കുന്നുണ്ടാവുക. അപ്പോൾ റെഗുലർ ഒരു സ്ലീപ്പ് സൈക്കിൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വളരെ ചാൻസ് കൂടുതലാണ് ഈ PCOS ഉണ്ടാവാൻ. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഫോറിൻ കൺട്രീസിലൊക്കെ വളരുന്ന കുട്ടികളാണെങ്കിൽ അവർ കൂടുതലായിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന കുട്ടികളായിരിക്കും. വേറെ ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കുന്നുണ്ടാവില്ല, പക്ഷേ ചോക്ലേറ്റ്സിൻ്റെ കൺസ്യൂം കൂടുതലായിരിക്കും. അത് കാരണം അവർക്ക് PCOS വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാത്രമല്ല പൊതുവേ നമ്മൾ പറയാറുള്ളത് കുറച്ച് വെയിറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ അമിതവണ്ണമുള്ള അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള കുട്ടികളിൽ എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് OPയിൽ മെലിഞ്ഞ കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമാണ്. ഈ അവർ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഡയറ്റ് ഞാൻ കേട്ടു, ഡോക്ടർ വീഡിയോയിൽ പറഞ്ഞ ഡയറ്റ് കേട്ടു, ഇത് ഞാൻ എൻ്റെ കുട്ടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും വെയിറ്റ് കുറഞ്ഞല്ലേ ഡോക്ടറെ പോകാന്ന്. അവരെ സംബന്ധിച്ച് കുറച്ചും കൂടെ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഫുഡ് കൂട്ടി കഴിക്കണം. കാരണം ഇപ്പം നട്ട്സൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ തൈറോയ്ഡ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. തൈറോയ്ഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തൈറോയ്ഡും വൈറ്റമിൻ D എന്ന് പറയുന്നതും, ഇത് രണ്ടും PCOD ഉള്ള ഒരു കുട്ടീനെ സംബന്ധിച്ച് നമ്മൾ ആൻഡ്രോജൻ ഹോർമോൺ ടെസ്റ്റിന് കൊടുക്കണം, ഈസ്ട്രാഡിയോൾ ഹോർമോൺ ടെസ്റ്റിന് കൊടുക്കണം, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കണം. അതോടൊപ്പം തന്നെ പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ അളവും കൂടെ ചെക്ക് ചെയ്യിപ്പിക്കണം. ഇനിയിപ്പോൾ അതൊരു മിഡ് ഏജിലുള്ള ആളാണെങ്കിൽ 20+ ആണ്, മാരീഡ് ആണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ചും കൂടെ സെക്ഷൽ ഹോർമോൺസ് കുറച്ചും കൂടെ റിപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ ടെസ്റ്റ് കൂടുതൽ ചെയ്യുക. അപ്പോൾ അതിൽ പെട്ടതാണ് FSH, AMH എന്ന് പറയുന്ന ടെസ്റ്റുകളൊക്കെ. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഓവറിൻ റിസർവ് എത്രയാണ്, കുട്ടിയുടെ ആളുടെ ഓവറിയിൽ എത്ര അണ്ടങ്ങൾ ബാക്കിയുണ്ട്, ഇതെല്ലാം അറിയേണ്ടത് ഫെർട്ടിലിറ്റിയുടെ കാര്യം വരുമ്പോഴാണ്. അല്ലാതെ ഒരു ടീനേജ് കുട്ടിയിലാവുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും മെയിൽ ഹോർമോൺ, അതുപോലെ ഫീമെയിലിൽ കാണുന്ന ഈസ്ട്രാഡിയോൾ ഹോർമോണൊക്കെ എത്ര അളവിലുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഒപ്പം വിറ്റാമിൻ ഡിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിൽ. വിറ്റാമിൻ D ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. വിറ്റാമിൻ D ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും PCOS കൂടാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അവിടെ. അതുകൂടാതെ തന്നെ ഓവുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് മേജർ ഒരു പ്രശ്നം. ഓവുലേഷൻ തന്നെയാണല്ലോ. അതെ. അതുപോലെ തന്നെ നമ്മൾ OPയിൽ കാണുന്നത് തൈറോയ്ഡ് ഉള്ള കുട്ടികളിൽ, പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഒക്കെ ഉള്ള കുട്ടികളിൽ കൂടുതലായിട്ട് ഈ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇവർക്ക് ഓവുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും അതുവഴി PCODയിലേക്ക് അത് പോകുന്നുണ്ട്. അപ്പോൾ തൈറോയിഡും പ്രൊലാക്റ്റിനും നിർബന്ധമായിട്ടും കുട്ടികളിൽ, പ്രത്യേകിച്ച് മാരീഡ് ചെയ്ത കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.
ശ്രദ്ധിക്കണം. അപ്പോൾ അതൊരു പ്രധാന കാരണം തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെ പ്രൊലാക്റ്റിനും അങ്ങനെ തന്നെയാണല്ലോ. പ്രൊലാക്റ്റിനും ഈ ഓവുലേഷനെ സപ്രസ് ചെയ്യുന്നുണ്ട്, വിറ്റാമിൻ ഡിയുടെ കുറവും സപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും വിറ്റാമിൻ ഡിയുടെ സപ്ലിമെന്റ് കൂടെ എടുക്കുന്നതാവും നല്ലത്. അപ്പം നിങ്ങൾ കുറവാണ്, ഇൻസഫിഷ്യൻ്റ് ആണ് വാല്യൂ എങ്കിൽ വിറ്റാമിൻ ഡിയും കൂടെ എടുക്കുക. അതുപോലെ ഡോക്ടറെ സ്ട്രെസ്സ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണല്ലോ ഇതിൽ അല്ലേ. കൂടുതലായിട്ട് പെൺകുട്ടികളിലൊക്കെ കൂടുതലായിട്ട് സ്ട്രെസ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം സ്ട്രെസ് ഇല്ലാത്ത ആരും ഇല്ലല്ലോ, നമ്മളെല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. പക്ഷെ ഓവറായിട്ട് സ്ട്രെസ് നമ്മൾ വാരി വലിച്ചെടുക്കുമ്പോൾ ഇതൊരു പെട്ടെന്ന് തന്നെ സൈക്കിൾ പോലെയാണ്, വൺ ലീഡ്സ് ടു അനദർ എന്ന് പറഞ്ഞ പോലെ ഒന്നിന്ന് ഒന്നിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോർട്ടിസോൾ ഹോർമോണാണ് അവിടെ സ്ട്രെസ്സിന്റെ കാര്യത്തിൽ പിന്നെ ബുദ്ധിമുട്ടാക്കുന്നത്. കോർട്ടിസോളും ചെക്ക് ചെയ്യുന്ന നന്നാവും. ഹോർമോണിന്റെ കാര്യത്തിൽ നമ്മൾ കോർട്ടിസോളിന്റെ ലെവലും കൂടെ അളക്കുന്ന നല്ലതാണ്. യൂഷ്വലി നമ്മൾ ഈ ബ്രെയിൻ വർക്ക് ഉണ്ടല്ലോ, ബ്രെയിൻ വർക്കാണ് കൂടുതൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ഫിസിക്കൽ ലേബറിലേറെ ബ്രെയിൻ കുറേ നേരം വർക്ക് ചെയ്യുക. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടൈം ടേബിൾ ഇല്ല വർക്കിന്. വർക്ക് ഫ്രം ഹോം വന്നല്ലോ കോവിഡിന് ശേഷം. അതിനുശേഷം ആൾക്കാർക്ക് ഒരു നിശ്ചിത ടൈം ഇല്ല വർക്കിന്. വീട്ടിൽ ചെന്നാലും വർക്ക് ചെയ്യാം എന്നുള്ളത് കമ്പനിക്കാർക്ക് മനസ്സിലായി. അപ്പോൾ ഓരോരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് കയ്യിലുണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും ചെയ്തോളൂ ബാക്കി വർക്ക് എന്നുള്ള രീതിയിലാണ്. ഇത് സ്വാഭാവികമായിട്ടും നമുക്കൊരു 8 hours സ്ലീപ്പും അതോടൊപ്പം തന്നെ നമ്മുടെ ലെഷർ ആക്ടിവിറ്റിക്ക് ഒരു 3-4 hours നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രെസ് കൂടും. അത് ഇതിനൊരു റീസൺ ആണ്. അതെ. അതേപോലെ കോവിഡിന് ശേഷം കുറേ കേസുകൾ കണ്ടിട്ടുണ്ട്, PCOD കേസുകൾ. കാരണം കോവിഡിന് ശേഷം നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും ഈ കോവിഡ് വൈറസ് വളരെയധികം ബാഡായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓവറീസിലൊക്കെ, ഓവറീസിൻ്റെ ഫോളിക്കിൾ ഡെവലപ്മെൻറ്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒരുപാട് ഈ കോവിഡിന് ശേഷം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കോവിഡ് ഈ ഒരു പാൻഡമിക് വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്തരം ചേഞ്ചസ് ഓവറിയിലും ഓവുലേഷനിലൊക്കെ ഒരുപാട് ചേഞ്ചസും കൂടെ നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നതും. അപ്പം നമുക്ക് ഈ സ്റ്റേജസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒപ്പം പേഷ്യൻറ്റും കൂടെ സപ്പോർട്ടീവായിരിക്കണം. ഇന്നാൾ വന്നൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടറെ ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് ഡയറ്റും എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. പക്ഷേ നെക്സ്റ്റ് മന്ത് വന്നപ്പോൾ ആൾ വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല. അപ്പോൾ വെയിറ്റ് കുറഞ്ഞാലേ, ഞാൻ പറഞ്ഞിരുന്നു വെയിറ്റ് കുറഞ്ഞാലേ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ആ ഫെയ്ത്ത് ഉണ്ടല്ലോ, മെഡിസിനിലുള്ള ഫെയ്ത്താണ് ആൾക്ക്. അപ്പോൾ ആ മെഡിസിൻ കഴിച്ചാൽ എനിക്ക് എല്ലാം ഓക്കെ ആവും. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഈ PCODയുടെയോ PCOS കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 70% പേഷ്യൻറ്റിൻ്റെ കയ്യിലാണെന്നേ ഞാൻ പറയുള്ളൂ. പേഷ്യൻറ്റ് ഷുഡ് വർക്ക് ദെയർ. അപ്പോൾ അവർ ആ വർക്ക് കറക്റ്റായിട്ട് ചെയ്യണം. ഞാൻ എന്താണോ ഏൽപ്പിച്ചത് അത് ചെയ്യണം. ഡയറ്റ് ആണെങ്കിൽ ഡയറ്റ്, എക്സസൈസ് ആണെങ്കിൽ എക്സസൈസ്. അത് ചെയ്തതിന് ശേഷം ബാക്കി 30% എന്നെ കുറ്റം പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമിനോറിക് ആണ്, പീരിയഡ് ആവുന്നില്ല ഒരു കുട്ടി പറയുകയാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വരണം. സെഡൻഡറി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഡോക്ടർക്ക് പിന്നെ പറയാമല്ലോ. അതിനെക്കുറിച്ച് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർക്കിംഗ് ഇരുന്ന് ജോലിയാണ് ചെയ്യുന്നത്. ബട്ട് ഇരുന്നുള്ള ജോലി ആകുമ്പോഴും പ്രശ്നമാണ്. പിന്നെന്താ പറയുക, പല കുട്ടികൾക്കും മടിയാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മടി. അത് കാരണം പല ആൾക്കാരും ട്രീറ്റ്മെന്റ് എടുക്കാനും വൈകാറുണ്ട്. അതെ, ടൈമില്ല, ജോലിക്ക് പോകുന്നു, ടൈമില്ല, എക്സാം ആണ്, ടൈമില്ല, ഹെൽത്ത് ബാക്കിലോട്ടാണ്. അതൊരു വലിയൊരു വിഷയമാണ് ഇതിൽ. അപ്പോൾ പല ആൾക്കാരും നമ്മൾ ഒരു എക്സസൈസ് ചെയ്താൽ മാത്രമേ ഇത് മാറുള്ളൂ എന്നുള്ള രീതിക്ക് പലരും ഇത് ട്രീറ്റ്മെൻറ്റിന് തന്നെ മടിക്കാറുണ്ട്. ഒരു എക്സസൈസിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് ക്യൂർ ആവുള്ളൂ എന്നുള്ള രീതിക്കാണ്. പക്ഷെ എല്ലാം എക്സസൈസും വേണം, ഡയറ്റും വേണം, അതിൻ്റെ കൂടെ പ്ലസ് മെഡിസിൻസും കൂടെ എടുത്ത് കഴിഞ്ഞാൽ 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കേസാണ് ഈ PCOS. അപ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടോ നമുക്ക് ഇങ്ങനത്തെ PCOD? ഷുവറായിട്ട് PCOD നമ്മൾ ഡെയിലി കാണുന്ന ഒരു കേസാണ്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ PCODക്ക് അല്ല ആൾ വരുന്നെങ്കിലും നമ്മൾ സ്കാൻ എടുക്കുമ്പോൾ അതിൽ PCOD ഉണ്ടാവും. മറ്റെന്തെങ്കിലും ഡിസീസ് ആയിരിക്കും ചിലപ്പോൾ. അത് പറഞ്ഞു വരുമ്പോൾ നമ്മളൊരു അബ്ഡോമിനൽ സ്കാനോ പെൽവിക് സ്കാനോ കൊടുത്തു കഴിഞ്ഞാൽ അത് PCOD ഉണ്ടാകും. അപ്പോൾ ചിലർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ സിംറ്റം കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, PCOD ആണെങ്കിൽ വലുതായിട്ട് ഹോർമോണൽ ഇംബാലൻസ് ഇല്ലാത്ത കേസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അല്ലാത്ത കേസുകളിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു മെഡിസിനൽ ഇൻ്റർവെൻഷൻ വേണ്ടി വരും, സപ്പോർട്ടീവ് തെറാപ്പികൾ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ബെറ്റർ ആവുകയും ചെയ്യും. അപ്പോൾ വെറും ഒരു എക്സസൈസും ഡയറ്റും മാത്രം എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമായിട്ട് കളയല്ല. പക്ഷേ എക്സസൈസും ഡയറ്റും നിർബന്ധമാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ മെഡിസിനും കൂടെ കഴിക്കുകയാണെങ്കിൽ ബെറ്റർ ആവും. ഇതിൻ്റെ ഒക്കെ മേജർ പാർട്ട് കിടക്കുന്ന വെയിറ്റ് ലോസിൽ തന്നെയാണ്. വെയിറ്റ് എല്ലാ തവണയും മോണിറ്റർ ചെയ്യണം. വരുന്ന സമയത്ത് എല്ലാ തവണയും എല്ലാ പേഷ്യൻസിനും വെയിറ്റ് നോക്കുക. നെക്സ്റ്റ് മന്തിൽ അവരെത്ര kg കുറഞ്ഞു എന്നുള്ളതാണ്. ഇതൊരിക്കലും കുറക്കുന്നത് വളരെ പെട്ടെന്നാവരുത്. അത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ കീറ്റോ ഡയറ്റ് ചെയ്യുന്നവർ, കീറ്റോ ഡയറ്റ് മോശമെന്ന് പറയുന്നില്ല, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ, ഇങ്ങനെ പല ഡയറ്റ്, GM ഡയറ്റ് ചെയ്യുന്നവർ, ഇങ്ങനെ പല ഡയറ്റും ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ഡയറ്റുകളെല്ലാം മോശമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഡയറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എക്സ്പെക്റ്റേഷൻ എന്താണ്?
വെയിറ്റ് പെട്ടെന്ന് കുറക്കുക, പെട്ടെന്നൊരു മാറ്റം വരിക. ഡോക്ടർ എന്നോട് വെയിറ്റ് കുറക്കാൻ പറഞ്ഞു, പെട്ടെന്നൊരു ചേഞ്ച് വരുത്തുക. അപ്പോൾ ഒരു 70 കിലോ ഉള്ള ആൾ അടുത്ത വിസിറ്റ് വരുമ്പോഴേക്കും ഞാൻ കാണാം 63 കിലോ 62 കിലോ. ഞാൻ ചോദിച്ചത് എങ്ങനെ പോസിബിളായി? അപ്പം ഇതിൻ്റെ ട്രിക്ക് എന്താ ഡോക്ടർ? ഞാൻ കീറ്റോ ഡയറ്റ് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു നെക്സ്റ്റ് വിസിറ്റ് നോക്കട്ടെ. ഞാൻ വെയിറ്റ് നോട്ട് ചെയ്ത് വെച്ചു അവിടെ. നെക്സ്റ്റ് വിസിറ്റ് വന്നപ്പോൾ ആൾ വീണ്ടും 72 kg ആയി. അപ്പോൾ വീണ്ടും 2 kg കൂടി പഴയതിൽ നിന്നും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കീറ്റോ ഡയറ്റ് പോലുള്ള സ്ട്രിക്റ്റ് ഡയറ്റ്, അല്ലെങ്കിൽ GM ഡയറ്റ് പോലുള്ള സ്ട്രിക്റ്റ് ഡയറ്റുകൾ, 7 days ഡയറ്റാണ് GM ഡയറ്റ്. അപ്പോൾ ഇത്തരം സ്ട്രിക്റ്റ് ഡയറ്റ് നമ്മളെ കൊണ്ട് കുറേ നാൾ കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ എങ്ങനെയായാലും നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പഴയൊരു ടെൻഡൻസി ഉണ്ടാവും. നമ്മളിപ്പം പ്രത്യേകിച്ച് മലയാളികളാണ്, നമുക്ക് റൈസ് ഐറ്റംസ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും വരും. നമ്മൾ റൈസ് ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ പേഷ്യൻസിന് പോസിബിൾ അല്ല. അപ്പോൾ കീറ്റോ ഒക്കെ ഏറിപ്പോയ 1 മാസം 2 മാസം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലേക്ക് വരും. അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയണം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇതിലൊരു കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ബെറ്റർ അതാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഒരു കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് അതിൽ വരുന്നില്ല. ഒരു 12 hours ഫാസ്റ്റിങ്ങേ വരുന്നുള്ളൂ. നേരത്തെ കഴിച്ചിട്ട് ഒരു രാവിലെ ഒരു 8 o'clock കഴിക്കുന്ന ഒരു രീതിയാണത്. 12 hours ഫാസ്റ്റിങ്ങേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കഴിക്കുകയും ചെയ്യാം. കംപ്ലീറ്റ് സ്ട്രിക്ട്ലി നമുക്ക് അവോയ്ഡ് ചെയ്യണ്ട, ഒരു ഭക്ഷണം നമുക്ക് സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അതിന് റിസൾട്ട് പറയാറുണ്ട്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആൾക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര കഴിയും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അത് ഓക്കെയാണ്. അല്ലാത്ത പക്ഷം നമുക്ക് അതിന് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ പേഷ്യൻസ് വരുന്ന സമയത്ത് ഇവർക്ക് നമ്മൾ കൃത്യമായിട്ട് ഒരു ഡയറ്റ് ചാർട്ടൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ആ ഡയറ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഡയറ്റ് എന്ന് പറയുന്നത് അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല. ഈ ഡയറ്റിൻ്റെ അകത്ത് ബാലൻസ്ഡ് ഡയറ്റാണ്. നിങ്ങൾക്ക് റൈസ് കുറച്ച് കുറക്കുക, മധുരം കുറച്ച് കുറക്കുക. ഇപ്പോൾ റൈസ് എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ കഴിക്കുന്ന റൈസിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ ദോശ കഴിക്കുന്നതും അപ്പം കഴിക്കുന്നതും എല്ലാം റൈസിൽ പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറയണം. പകരം 30% പ്രോട്ടീനാണ് ബ്രേക്ക്ഫാസ്റ്റിൽ വരേണ്ടത്. അതിനിപ്പോൾ നമുക്ക് മുട്ട എടുക്കാം, ചീസ് എടുക്കാം, പനീർ എടുക്കാം. ഇനി ഒന്നും വേണ്ട, വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ കടല, മൺപയർ, ചെറുപയർ പോലുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ അത് 30% ബ്രേക്ക്ഫാസ്റ്റിൽ വരിക. പിന്നെ ഫ്രീക്വൻസി ഉണ്ടല്ലോ ഡോക്ടർ, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലേ. നമ്മളൊരു 3 തവണ കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു 6 തവണ ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുക, ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടുക. അപ്പോൾ നമുക്ക് അധികമായിട്ട് വിശക്കില്ല, അതിൻ്റെ അളവും കുറക്കാം, കലോറീസും കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് റിഡക്ഷനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഭക്ഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം? ഉച്ചയ്ക്ക് ഇപ്പം നമുക്ക് ചോറ് ഒഴിവാക്കണം എന്ന് പറയില്ല. ഇവിടെ പേഷ്യൻസ് വരുന്ന സമയത്ത് ഞാൻ ചോറ് ഒഴിവാക്കൂ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് റൈസ് ഡയറ്റ് ഒന്ന് ഒഴിവാക്കി. നമ്മുടെ ഒരു ബേസിക് ഫുഡാണ്, ബേസിക് ഫുഡായ ഒരു സംഭവം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തതിന് ശേഷം തല കറങ്ങിയ ആൾ വീണു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഞങ്ങൾ ചോറെല്ലാം അങ്ങോട്ട് ഒഴിവാക്കി. ഞാൻ ചോറ് ഒഴിവാക്കാൻ ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. ചോറ് നിങ്ങൾ ഒഴിവാക്കണം എന്നല്ല, നിങ്ങൾ തവിടുള്ള അരി ശ്രദ്ധിച്ച് കഴിക്കുക, മട്ടരി, ചുവന്ന അരി. ഇനി അതല്ല, നിങ്ങൾക്ക് അത് പറ്റില്ല, വെള്ള ചോറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടി കഴിക്കാം. നമ്മളെല്ലാവരും കഴിക്കണം നമ്മുടെ കയ്യിൻ്റെ ഒരു അളവാണ്. ഇതാ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ അളവാണ് നമ്മളെല്ലാവരും കഴിക്കേണ്ട അളവ് എന്ന് പറയുമ്പോൾ. എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിൻ്റെ അളവ്. അപ്പോൾ അത്രയും റൈസെങ്കിലും നിങ്ങൾ ഒരു ദിവസം കഴിക്കണം. പിന്നെ നൈറ്റ് നമുക്ക് ഡിന്നറിന് ഫുഡ് വേണ്ട എന്നുള്ളതാണ് പൊതുവേ കണ്ടുവരുന്ന ട്രെൻഡ്. ഡിന്നർ കഴിക്കാറേ ഇല്ല. അതൊന്നും ചോദിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഡോക്ടർ ഞാൻ ഡിന്നർ കഴിക്കാറേ ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ലേറ്റുമാണ്. അപ്പം ഇതൊക്കെ ഒരു ബാഡ് ഹാബിറ്റിൽ പെട്ടതാണ്. നമ്മൾ എത്ര കുറവ് കഴിക്കുന്നു എന്നുള്ളതല്ല, കഴിക്കുന്നതിൽ എന്തൊക്കെ നല്ലതുണ്ട് എന്നുള്ളതാണ് ഒരു ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യം. ഡിന്നർ ഏറ്റവും നേരത്തെ കഴിക്കുക. ഒരു 7 to 8 ഉള്ളിൽ ഡിന്നർ കഴിഞ്ഞിരിക്കണം. ആളൊരു 10 മണിക്ക് കിടക്കുന്ന ആളാണെങ്കിൽ 6:30 മുതൽ 8 മണിയുടെ ഉള്ളിൽ ഡിന്നർ പൂർത്തിയാക്കിയിരിക്കണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, നേരത്തെ കഴിക്കുക. ഈവനിങ്ങിൽ നമുക്ക് സാലഡുകളൊക്കെ കഴിക്കാം, വെജിറ്റബിൾസ് സാലഡ്സ് ഒക്കെ കഴിക്കാം, ചപ്പാത്തിയൊക്കെ കഴിക്കാം. അപ്പം ഇങ്ങനെ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. PCOD കംപ്ലീറ്റ് ക്യൂർ ചെയ്ത് കഴിഞ്ഞാലും അത് വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പല ആൾക്കാരും ഇത് 100% ഒരു പ്രാവശ്യം മാറിക്കഴിഞ്ഞു. നമ്മുടെ അടുത്ത് വരുന്ന പല ആൾക്കാർക്കും ഒരു 6 months ഉള്ളിൽ ഇതിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടിയ പലരും പഴയതിലേക്ക് പിന്നെയും പോവാറുണ്ട്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഹെൽത്തി മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വരില്ല, PCOS വരില്ല. പലരും ഇത് വീണ്ടും പഴയ രീതിയിലേക്ക് പോയി ഒക്കെ ഭക്ഷണക്രമം താളം തെറ്റാറുണ്ട്, പിന്നെ വെള്ളം തീരെ എടുക്കാറില്ല, അങ്ങനെ ഒരുപാട് അൺഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഡോക്ടറെ, അത് പക്ഷേ PCOD അല്ല, കംപ്ലൈൻറ്റ് മെയിൽ പേഷ്യൻ്റാണ്. ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, ഡയബറ്റിക് ആണ് ആൾ. ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു റൈസ് പിന്നെ റൈസാണ് രാത്രിയും കഴിക്കുന്നത്, റൈസ് രാത്രി വേണ്ട, ഒഴിവാക്കാൻ പറഞ്ഞു. പകരം എന്ത് കഴിക്കാൻ ഡോക്ടർ ചോദിച്ചു. വേണ്ട എന്നുള്ള ഡോക്ടർമാർ വേഗം പറയുമല്ലോ, എന്ത് കഴിക്കണം ഡോക്ടർ? ഞാൻ പറഞ്ഞു ചപ്പാത്തി കഴിച്ചോളൂ. ആൾ വന്നു, ഷുഗർ ടെസ്റ്റ് ചെയ്തു, ഷുഗർ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ചോറ് അത്യാവശ്യം നന്നായിട്ട് ഡിന്നറിന് കഴിക്കുന്ന ഒരാൾ
9 ചപ്പാത്തിയാണ് രാത്രി കഴിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും നമ്മൾ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവം, ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡിൽ പെട്ടതാണ് ഈ ചോറ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അതേ അളവിൽ ചപ്പാത്തി കഴിക്കാം എന്നല്ല പറയുന്നത്. ചപ്പാത്തിയിൽ ഷുഗർ, നമുക്ക് ഷുഗർ ഇപ്പോൾ ചോറിൽ നിന്ന് പെട്ടെന്ന് കയറുമെങ്കിൽ ചപ്പാത്തിയിൽ നിന്ന് പതിയെ കയറുള്ളൂ. അതാണ് അതിൻ്റെ റീസൺ. അല്ലാതെ പെട്ടെന്ന് ചോറ് പോലെ പെട്ടെന്ന് കയറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചപ്പാത്തി നിങ്ങൾ 10 ചപ്പാത്തി 12 ചപ്പാത്തി നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഡിന്നർ എടുക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ഷുഗർ കുറയാൻ സാധ്യതയില്ല. ഇപ്പം ഈ PCOD ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്, PCOD ഉള്ളവർക്ക് ഷുഗർ ടെൻഡൻസി ഉണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു ഷുഗർ പേഷ്യൻ്റ് എന്തൊക്കെ, ഡയബറ്റിക് ആയ ഒരു പേഷ്യൻ്റ് എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യുമോ അതേ രീതിയിലാണ് ഇവർ ഫോളോ ചെയ്യേണ്ടത്. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ്, ഡയബറ്റിക് ആയവർക്ക് ലിമിറ്റഡ് ഫ്രൂട്ട് ഇൻടേക്കേ പറ്റുള്ളൂ. എങ്കിൽ PCOD ഉള്ളവർക്ക് ധാരാളം പുളിപ്പുള്ള ഫ്രൂട്ട്സൊക്കെ അവരുടെ ഡയറ്റിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. അതിൽ പെട്ടതാണ് സ്ട്രോബെറി, നല്ലൊരു ഫ്രൂട്ടാണ്. അതുപോലെ കിവി, ഇതെല്ലാം അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ അവക്കാഡോ, ഗുഡ് ഫാറ്റാണ്, നല്ല ഫാറ്റുള്ളൊരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്, ബട്ടർ ഫ്രൂട്ടില്ലേ. അപ്പോൾ അത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ല. അപ്പോൾ ഇത്തരം പുളിപ്പുള്ള ഫ്രൂട്ട്സ് പ്രിഫറബിളി സെലക്ട് ചെയ്തിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക PCOD ഉള്ള കുട്ടികൾ. അതുപോലെ കലോറീസ് വളരെ കുറവുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഇവർ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എഗ്ഗ്, നമ്മുടെ മുട്ടയിൽ കലോറീസ് വളരെ കുറവാണ്. അതുപോലെ ഹെൽത്തി ഫാറ്റും കൂടിയാണ് അതിൽ മുട്ടയുടെ മഞ്ഞയിലുള്ളത്. മാറ്റി വെക്കുന്ന ഒരു സാധനമാണ്. അതെ, മുട്ട ഫുള്ളായിട്ട് ഒഴിവാക്കാറുണ്ട്. പക്ഷെ അതിൽ കലോറീസ് വളരെ കുറവാണ്. അപ്പം അത്രയും കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് PCOS പേഷ്യൻസിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ മുട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒലീവ് ഓയിൽ, ഒലീവിൻ്റെ കായ, അത് നല്ലതാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഹെൽത്തി omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നമ്മൾ കൂടുതലായിട്ട് നട്ട്സുകൾ, നമ്മൾ ബദാം, വാൾനട്ട് ഒക്കെ ഒരു മിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മുടെ കൂടുതലായിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫിഷുകൾ, മീനുകളില്ല, അയില, മത്തി പോലെയുള്ള ഫിഷുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെയാണ് കൂടുതലായിട്ട് ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ഒരു നട്ട്സ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ വസ്തുക്കളായാലും ഒക്കെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിൽ ഉപയോഗിക്കുക. ഒക്കെ വാരി വലിച്ച് കഴിക്കുന്നതിന് പകരം ഒക്കെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തി ആക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു കണ്ടീഷനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നപ്പോൾ, ഒരു കുട്ടിയാണ്, അവൾ വരുന്ന സമയത്ത് ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല കേട്ടോ, മെഡിസിൻ കഴിക്കില്ല. ഉമ്മ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ആൾ മെഡിസിനൊന്നും കഴിക്കാൻ വലിയ താല്പര്യമുള്ള കുട്ടിയല്ല. അപ്പോൾ വന്ന് കയറിയപ്പം പിന്നെ ഞാൻ എക്സസൈസ് ഡയറ്റ് പറയുന്നു, മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യണമല്ലോ, അപ്പോൾ എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു മോള് പഠിച്ചോ, അപ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പിന്നെ എക്സസൈസൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് വിസിറ്റ് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കയ്യിൽ പിന്നെ ബാഗിൻ്റെ സൈഡിൽ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഇങ്ങനെ പിടിച്ചിട്ട് തന്നെയാണ് ഒരു പെപ്സിയുടെ ബോട്ടിലായിട്ട് ആൾ ക്യാബിനിലേക്ക് കയറുന്നത്. ചോദിച്ചത് നീ കുടിച്ചാണോ ഇത്രയും? അപ്പോൾ പറഞ്ഞു ഞാൻ വരുന്ന വഴി ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ മേലെ കുടിച്ചതാണ്. അപ്പം ഈ ക്യാൻഡ് ഫുഡ് ഭയങ്കര, നമ്മളിപ്പോൾ ഒരു ക്യാൻഡ് പിന്നെ ഡ്രിങ്കിനെ കാണേണ്ടത്, ഇപ്പോൾ ഈ എയറേറ്റഡ് ഡ്രിങ്ക്സിനെ, കാർബണേറ്റഡ് ഡ്രിങ്ക്സിനെ കാണേണ്ടത് ശരിക്കും നിങ്ങൾ പഞ്ചസാര അട്ടിക്ക് വെച്ച പോലെ തന്നെയാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ഗ്ലാസ് എടുത്താൽ ഒരു ഗ്ലാസ് പഞ്ചസാരയാണത്. അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം കുട്ടിയെടുത്ത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങനത്തെ ഒന്നും കുടിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ക്യാൻഡ് ഫുഡ്, പിന്നെ ഡ്രിങ്ക്സ് ആണെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിലും ഇനിയിപ്പോൾ ജ്യൂസസ് ആണെങ്കിലും ശരി, ജ്യൂസസും ഇത് തന്നെയാണ്. എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ അതാ ഇഷ്ടം. ഫ്രൂട്ട്സിന് പകരം ജ്യൂസ് ആക്കിയിട്ടാണ് കഴിക്കാറുള്ളത്. ഫ്രഷ് ജ്യൂസ് കുറവാണ്. ഫ്രഷ് ജ്യൂസ് പിന്നെ അടിച്ചെടുക്കാൻ സമയമാവും. ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അതിനിപ്പോൾ കിട്ടാൻ സമയം, അപ്പോൾ പാക്ഡ് ആയിട്ടുള്ളത് കംഫർട്ടബിൾ ആണ് ആൾക്കാർക്ക്. അപ്പോൾ അത് പെട്ടെന്ന് വാങ്ങുക, കുടിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറി. മറ്റൊന്നാണ് ബിസ്ക്കറ്റ്, ബ്രെഡ്, മൈദയുടെ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെയാണ്. പാസ്ത, ഇനി പുറത്തിറങ്ങിയ ഷവർമ, അങ്ങനത്തെ എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതുകൊണ്ടേ അത് പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കാനോ അതുപോലെ പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാനോ അത് കാരണമാവുന്നുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മുടെ മാർക്കറ്റുകളിൽ തന്നെയാണ് നമുക്ക് അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതി, നമ്മൾ കൂടുതലായിട്ട് റെഡിമെയ്ഡ് ഐറ്റംസ് വാങ്ങി കഴിക്കുന്ന രീതി എന്തായാലും ഇത്തരം ആളുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു രോഗത്തിനൊന്നല്ല, എല്ലാ രോഗങ്ങൾക്കും കാരണം ഈ ഒരു ഈ ലൈഫ് സ്റ്റൈൽ പിന്നെ മോഡിഫിക്കേഷൻ വരുത്തേണ്ട രോഗങ്ങളിൽ അത് വരുത്തിയിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾ മരുന്ന് എടുത്തിട്ട് കാര്യമില്ല. മരുന്ന് എടുക്കുന്നത് സപ്പോർട്ട് ചെയ്യാനാണ്. ഇതൊക്കെ ചെയ്തിട്ടും ബെറ്റർ ആവാത്തവർക്ക് വേണ്ടി മരുന്നുകളും കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു എക്സ്പേർട്ട് ഡോക്ടറുടെ അഡ്വൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങളുടെ ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം. അപ്പം PCOD ഉള്ള ഒരാൾക്ക് മറ്റെന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് ഡോക്ടർക്കേ പറഞ്ഞുതരാൻ കഴിയുള്ളൂ. അപ്പോൾ ആ രോഗത്തിനനുസരിച്ച് നിങ്ങളുടെ ഡയറ്റിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ ഷുഗറും PCODയും ഒരുമിച്ചുള്ള ആൾക്ക് ഷുഗറും കൂടെ ഫ്രൂട്ട്സും കൂടെ ചിലപ്പം കുറച്ച് കുറക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും തൈറോയിഡ് ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ചില വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് കോളിഫ്ലവർ, ക്യാബേജ് പോലെയുള്ള വെജിറ്റബിൾസ് ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ടി വരും. അത് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത്രക്ക് പ്രശ്നം വരാറില്ല. പ്രത്യേകിച്ച് നമ്മൾ സാലഡിലൊക്കെ പച്ചക്ക് കഴിക്കുമല്ലോ. അപ്പം അത്തരം ആളുകൾ, തൈറോയിഡുള്ള ആളുകളാണെങ്കിൽ ഒന്ന് അതിൻ്റെ എമൗണ്ട് കുറക്കുക. കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കൺസ്യൂം ചെയ്യാം. പിന്നെ അതൊക്കെ തൈറോയിഡിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ്. TSH എത്ര ലെവൽ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയാറുള്ളൂ. അതൊക്കെ
ഇതിൻ്റെയൊക്കെ മേജർ കാരണം എന്ന് പറയുന്നത് വെയിറ്റ് കൂടുതൽ എന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റ് കുറക്കുക എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ഒരു ഡോക്ടർ ചിന്തിക്കുമ്പോൾ അതിന് നമുക്ക് പല രീതിയിൽ ചിന്തിക്കണം. ഇന്നതുണ്ടോ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ, ഹിർസ്യൂട്ടിസ് ഉണ്ടോ, ഇപ്പോൾ മുഖത്ത് രോമവളർച്ച ഉണ്ടോ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം. പക്ഷേ ആസ് എ പേഷ്യൻ്റ് നിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിക്കേണ്ടതുള്ളൂ, വെയിറ്റ് കുറക്കുക. അപ്പോൾ ആ വെയിറ്റ് കുറക്കാൻ ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞാൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാറ്റിൽ നിന്ന് തന്നെയാണ് ആൻഡ്രോജൻ ഹോർമോൺ ഉണ്ടാകുന്നത്. അപ്പോൾ ആ മെയിൽ ഹോർമോൺ ഫാറ്റിൽ നിന്ന് കൂടും. അപ്പോൾ നിങ്ങളുടെ ഫാറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോജൻ കുറയും. ആൻഡ്രോജൻ കുറയുമ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള PCODയുടെയും PCOSൻ്റെ എല്ലാ സിംറ്റംസും കുറഞ്ഞു വരും. പിന്നെ പല പേഷ്യൻസും ഡോക്ടറിൻ്റെ അടുത്ത് കൺസേൺഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, മെൻസസ് ഒന്നും റെഡി ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ മുഖത്തുള്ള ഈ മീശ, താടി, ഇതെല്ലാം ഡോക്ടറെ എപ്പോഴാണ് പോവുക? ഏറ്റവും ഫൈനലായിട്ടാണ് അത് പോവാറ്. കാരണം സിംറ്റം എല്ലാം റെഡ്യൂസായി, ഓവറിയിലെ ഈ ബൾക്കിനെസ് കുറഞ്ഞ് ഓവറിയുടെ വോളിയം ഒക്കെ ഒന്ന് നോർമലായി വന്നതിന് ശേഷവും പലരിലും രോമവളർച്ച ഉണ്ടാവാറുണ്ട്. ഹോർമോൺ കുറച്ചും കൂടെ ബാലൻസ് ആവാൻ ഇത്തിരി കൂടെ ടൈം എടുക്കും. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്ന സിംറ്റം ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോകുന്നത്. മുഖത്ത് രോമവളർച്ച നിങ്ങൾക്ക് ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഏറ്റവും ഫൈനലായിട്ടായിരിക്കും അത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ അപ്പിയറൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമായിട്ട് PCODനെ ആരും കാണരുത്. പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾ, 20 വയസ്സിന് താഴെയുള്ള മക്കൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. ഇത് വാസ്റ്റായിട്ട് നിങ്ങളുടെ ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചസ് വരുത്തുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി അതിന് വേണ്ടുന്നത് വെയിറ്റ് ലോസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു അതിൻ്റെ ഒരു ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യുക. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പ്രത്യേകം കുട്ടികൾ ശ്രദ്ധിക്കുക, പെട്ടെന്നുള്ളൊരു വെയിറ്റ് ലോസ് ആരും എടുക്കരുത്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഗ്രാജ്വലി ഉള്ള വെയിറ്റ് ലോസ്, അതാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ എയിം ചെയ്യേണ്ടത്. നമ്മൾക്കൊരു 60 കിലോ ഉണ്ടെങ്കിൽ ഒരു 6 കിലോ വെച്ചിട്ട് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു 6 മുതൽ 10% വരെ വെയിറ്റ് മന്ത്ലി കുറക്കുന്ന രീതിക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാം. ഞാൻ നേരത്തെ നിർത്തിപ്പോയൊരു ടോപ്പിക്. അത് വെയിറ്റ് ഈ കീറ്റോ ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് കുറക്കുകയല്ല വേണ്ടത്, നിങ്ങൾ സമയം എടുത്ത് തന്നെ കുറക്കുക. ആരും നിർബന്ധിക്കുന്നില്ല. ഞാൻ 1 kg 2 kg പറയാറ്. ഒരു മന്ത് കഴിഞ്ഞ് വരുമ്പോൾ 1 kgയിൽ 2 kg കുറക്കുക. അത് തീർച്ചയായിട്ടും പോസിബിൾ ആയിരിക്കും. അത് നമ്മൾക്കൊരു സെറ്റ് ചെയ്യുന്നൊരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അച്ചീവ് ചെയ്ത് ഒരാൾ വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ഞാനിപ്പോൾ 10 കിലോ നെക്സ്റ്റ് മന്ത് കുറച്ചിട്ട് വരും എന്ന് പറയുമ്പോൾ ആൾ 1 കിലോ കുറഞ്ഞു വന്നാൽ കോൺഫിഡൻസ് പോകും ആളുടെ. എന്നെക്കൊണ്ട് ഇത് കഴിയില്ല. അത് ഒരിക്കലും അങ്ങനെയല്ല. വളരെ സ്ലോ ആയിട്ട് ചെയ്യുക. 1 kg 2 kg പെർ മന്ത് കുറയുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഒരിക്കലും PCOD ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ സിമ്പിളാണെന്നും കരുതരുത്. അതായത് 1-2 മാസം കൊണ്ട് ഇതൊക്കെ ശരിയാക്കി എന്നെ ഇവിടുന്ന് വിടൂലേ ഡോക്ടർ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്ങനെയാണ് നമുക്ക് നിങ്ങളുടെ ഇറഗുലറായ സൈക്കിൾ 3 മാസം കൊണ്ട് തന്നെ എല്ലാം കറക്റ്റാണോ എന്ന് പറയാൻ കഴിയുക? ഒരു 6 to 7 സൈക്കിളെങ്കിലും നിങ്ങൾക്ക് കിട്ടുമ്പോഴല്ലേ അത് നോർമലായി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 1, 2, 3 ചിലപ്പോൾ നിങ്ങൾ 7 മാസം മുതൽ 1 വർഷം വരെയാണ് ഞാൻ പറയുന്നൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇതിനിടയിലും നിങ്ങൾക്ക് ശരിയാകാം. ഇതിനിടയിലും ചിലപ്പോൾ മാറ്റങ്ങൾ ചില ആളുകളിൽ പെട്ടെന്ന് കാണാറുണ്ട്, 6 മന്ത്സിൻ്റെ ഉള്ളിൽ റിസൾട്ട് കിട്ടാറുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ഒരു വർഷമൊക്കെ ടൈം എടുക്കാറുണ്ട്. കൺസീവ് ആവുന്ന കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഓവുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ചിലപ്പോൾ 1.5 വർഷം, ചിലപ്പോൾ 2 വർഷം എടുത്തെന്ന് വരും. ചില ആൾക്കാരിലാണെങ്കിൽ ഫസ്റ്റ് മന്തിൽ തന്നെ പോസിറ്റീവ് ആവുന്നുണ്ട്. ഒരിക്കലും PCOD ഉള്ളൊരു വ്യക്തി കൺസീവ് ആവണം എന്ന് പറഞ്ഞു വരുമ്പോൾ PCODയുടെ ട്രീറ്റ്മെൻറ്റ് സെപ്പറേറ്റും ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് സെപ്പറേറ്റും അല്ല. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് തന്നെയാണ് കൊടുക്കുക. PCOD ഉള്ളപ്പോൾ തന്നെ ആൾ പ്രഗ്നൻ്റ് ആവുക ചെയ്യുന്നത്. അതിൽ തന്നെ PCOD ഉള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങളാണ് അവർക്ക്. ഇനിയും PCOD വരുമോ എന്നുള്ള സംശയങ്ങളുണ്ടാവും. അതിൽ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഡെലിവറിയൊക്കെ കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഒരുപാട് നമ്മൾ വെയിറ്റ് കൂടുന്ന രീതിക്കുള്ള ഭക്ഷണ രീതികൾ അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാവും ഒരുപാട് കഷായവും ലേഹിയൊക്കെ കഴിച്ച് വളരെയധികം വെയിറ്റ് കൂട്ടുന്ന ഒരു രീതിയുണ്ട്. അത് നിർബന്ധമാണ് അവിടെ നാട്ടിൻപുറത്തൊക്കെ, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ നിർബന്ധമാണ് അത് വെയിറ്റ് കൂടണം എന്നുള്ളത്. ആ ഒരു രീതി നമ്മൾ കട്ട് ചെയ്തിട്ട് 40-90 ദിവസത്തെ ആയുർവേദ ചികിത്സകൾ അതൊക്കെ കൂടി വെയിറ്റ് ഓവർ വെയിറ്റ് ആവുകയാണ്. ആ ഒരു രീതി കുറച്ചിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ സെക്കൻഡ് ഡെലിവറി 3rd ഡെലിവറി ഒക്കെ കഴിഞ്ഞാലും നമുക്ക് PCOS പറയുന്ന റീസണാ രസം പാല് കുറഞ്ഞു പോകുന്നുള്ളതാണ് പറയുന്ന റീസൺസ്. അപ്പം ആയുർവേദ മെഡിസിൻസ് ചിലതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ, നമ്മൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കരുത്. അതൊരു സപ്പോർട്ടീവായിട്ട് കുറഞ്ഞ എമൗണ്ടുകളിൽ നമ്മൾ എടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അത് മാത്രം കഴിച്ച് വണ്ണം കൂടുക, പിന്നീട് ആ വണ്ണം കുറയ്ക്കാനാണ് ഹോസ്പിറ്റലിൽ എത്താറ്. പിന്നെ ഈ PCODയുടെ കാര്യം പറഞ്ഞപ്പോൾ വൺസ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ PCOD മാറി, അങ്ങനെ തന്നെയാണ് നിങ്ങൾ കരുതുന്നത്. നിങ്ങളുടെ PCOD മാറി, പീരീഡ് നിങ്ങൾക്ക് പിന്നെ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നില്ല. അതിനുശേഷം കുഞ്ഞുണ്ടായതിനു ശേഷം നിങ്ങൾക്ക് റെഗുലർ പീരീഡ് ആയിരിക്കും വരുന്നത്. അൺടിൽ നിങ്ങൾ ലാക്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നവരെ, കുഞ്ഞിൻ്റെ ഫീഡിങ് നിർത്തിക്കഴിഞ്ഞാൽ PCOD റിട്ടേൺ ചെയ്യാനുള്ള ഹയർ ചാൻസസ് ആണ്. അപ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈം അത്രയും നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോൾ ഓക്കെയാണ്, നോർമലാണ്, PCOD ഇല്ല, PCOSും ഇല്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണല്ലോ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നം വരുന്നത്. ഒട്ടുമിക്ക സ്ത്രീകളിലും അത് പറയാറുണ്ട്.
ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പറയാറുണ്ട് പ്രഗ്നൻ്റ് ആവാനൊക്കെ. PCOD കാരണം വീണ്ടും അത് പ്രഗ്നൻ്റ് ആവാനൊക്കെ ഒരു ബുദ്ധിമുട്ട് സ്ത്രീകൾ പറയാറുണ്ട്. കൂടുതൽ കേസുകൾ അങ്ങനെ വരുന്നുണ്ടല്ലോ അല്ലേ? അതിങ്ങനെ ഈ റിയലൈസ് ചെയ്യാത്ത ആൾക്കാരാണ്. വൺസ് ഫസ്റ്റ് PCOD ഉണ്ടാകും, അത് ട്രീറ്റ്മെന്റിലായിരിക്കും ഫസ്റ്റ് പ്രഗ്നൻസി ആയത്, അതിനുശേഷം അവരത് കംപ്ലീറ്റ്ലി അതങ്ങോട്ട് മറക്കുകയാണ്. ബട്ട് അവർ ഓർമ്മയിൽ വെക്കേണ്ടത് ആഫ്റ്റർ ലാക്ടേഷൻ ഇത് വീണ്ടും തിരിച്ചു വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങൾ ഡയറ്റും എക്സസൈസും ഒക്കെ കുറച്ച് ശ്രദ്ധിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് പ്രഗ്നൻസി ബുദ്ധിമുട്ടില്ലാതെയാവും. അപ്പോൾ ഈ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി, സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണ്ടി ഇഷ്ടം പോലെ കേസുകളാണ്. ആദ്യത്തെ കുട്ടിക്ക് 10-15 വയസ്സായിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റിനായിട്ട് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തെ ട്രീറ്റ്മെൻറ്റ് പല സ്ഥലത്തുനിന്നും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ PCOS എന്നുള്ള കണ്ടീഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം ചിലതൊക്കെ, പക്ഷേ ഇതെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്നും കൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നിസ്സാരമായിട്ടുള്ളൊരു രോഗമായിട്ട് കാണരുത്, പക്ഷേ നിസ്സാരമായിട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പീരീഡിൽ ഇറഗുലാരിറ്റി വരുമ്പോൾ തന്നെ നിങ്ങൾ എടുക്കുക. പീരീഡ് ഇറഗുലർ ആയി എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കാതെ ഇറഗുലാരിറ്റി കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് PCOD ആണോ അല്ലെങ്കിൽ PCOSൻ്റേതായിട്ടുള്ള എന്തെങ്കിലും സിംറ്റം നിങ്ങൾക്ക് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ PCOS എന്നുള്ള കണ്ടീഷനിൽ ഒരുപാട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകിച്ച് ചോദിച്ചറിയാം. പല പെൺകുട്ടികളും ഇത് പറയാറില്ല, വീട്ടിൽ പറയാറില്ല, അല്ലെങ്കിൽ അവർ തമ്മിലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കാറില്ല. അത് കാരണം ഇവർക്ക് അമ്മമാർക്ക് കുട്ടികളെ കുറിച്ച് അറിയുണ്ടാവില്ല, കുട്ടികൾ പറയാൻ പേടിയായിരിക്കും. അങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻസ് കാണാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അല്ലെങ്കിൽ വീട്ടിലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികളും അല്ലെങ്കിൽ അമ്മമാരും തമ്മിലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരിക. അവർക്ക് എന്തെങ്കിലും മെൻസസിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുറമേക്ക് എന്തെങ്കിലും സെക്ഷൽ സെക്കൻഡറി ക്യാരക്ടേഴ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്രത്യേകം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പലരും ഇത് കല്യാണം കഴിഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെയൊക്കെ ജീവിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവരിക. അത് ആദ്യമേ കണ്ടെത്തിയിരുന്നെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. നമ്മുടെ ഹോമിയോപ്പതിയിലുള്ള ഒരു പ്രത്യേക ചികിത്സാ രീതിയിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് വളരെ എഫക്റ്റീവായിട്ട് ഇത്തരം കേസുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ഒരു കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത് ചികിത്സിച്ച് മാറ്റാവുന്നത് ഒരു രോഗം തന്നെയാണ് PCOS. 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് വീണ്ടും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും റിവേഴ്സിബിൾ ആവാത്ത കണ്ടീഷനിലേക്ക് അത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ആൾക്കാർ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള അമ്മമാർ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ജോബിത അപ്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഞാൻ ഡോക്ടർ ഷഹല, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റാണ്.